പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. രാഹുലിനെതിരെ പരാതി നൽകിയ യുവതിക്കെതിരായ സൈബർ അധിക്ഷേപത്തിൽ ഒരു കേസ് കൂടി രജിസ്റ്റർ ചെയ്തു. ശ്രീകാര്യം സ്റ്റേഷൻ പരിധിയിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. ചെറുതലയ്ക്കൽ സ്വദേശി ലിജുപോലാണ് പ്രതി. വിവരങ്ങളുമായി എസ് ശാലിനി ചേരുകയാണ്. ശാലിനി പറയൂ. ശ്യാമ, അല്പസമയം മുമ്പാണ് ഈ കേസുമായി ബന്ധപ്പെട്ട്, അതായത് സൈബർ ഇടങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക പീഡന പരാതി നൽകിയ യുവതിക്ക് നേരെ ഉണ്ടായിട്ടുള്ള അധിക്ഷേപങ്ങൾ, ആ അധിക്ഷേപത്തിൽ ഇന്നിപ്പോൾ ഒരു അറസ്റ്റ്, തുടർന്ന് രാഹുൽ ഈശ്വർ ജയിലിലേക്ക് പോയതിന് തൊട്ടു പിന്നാലെയാണ് വീണ്ടും ഒരു കേസ് കൂടി ഔദ്യോഗികമായി രജിസ്റ്റർ ആയിരിക്കുന്നത്. ശ്രീകാര്യം സ്റ്റേഷൻ പരിധിയിലാണ് ഒരു കേസ് കൂടി ഇപ്പോൾ സൈബർ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. സൈബർ അധിക്ഷേപത്തിലാണ് ഈ കേസ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ചെറുതലയ്ക്കൽ സ്വദേശി ലിജുമോനാണ് ഈ കേസിലെ പ്രതി. അതായത് സമൂഹ മാധ്യമത്തിലൂടെ ഈ പെൺകുട്ടിയെ അപമാനിക്കുന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ നടത്തിയതിനും ഒപ്പം തന്നെ ചില ഇടങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട പോസ്റ്റുകൾ ഷെയർ ചെയ്തതുമായി ബന്ധപ്പെട്ടുമാണ് ചെറുതലയ്ക്കൽ സ്വദേശി ലിജുമോനെ ഇപ്പോൾ പ്രതി ചേർത്തുകൊണ്ട് ശ്രീകാര്യം സ്റ്റേഷൻ പരിധിയിൽ. ഇയാള് എന്തെങ്കിലും രാഷ്ട്രീയ പശ്ചാത്തലമുണ്ടോ ഈ ലിജുമോന്? ശ്യാമ, നിലവിൽ ഔദ്യോഗികമായി ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ചെറുതലയ്ക്കൽ സ്വദേശി ലിജുമോൻ എന്ന് മാത്രമാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. വരും മണിക്കൂറിൽ കൂടുതൽ വിശദാംശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് നൽകാൻ സാധിക്കും. എന്തായാലും ഈ സംഭവത്തിൽ 5 പ്രതികളെ പ്രതി ചേർത്തുകൊണ്ട് അതിൽ നാലാം പ്രതിയായി കോൺഗ്രസിന്റെ വക്താവ് കൂടിയായിട്ടുള്ള സന്ദീപ് വാര്യരെ അടക്കമുള്ളവർ പ്രതിസ്ഥാനത്ത് നിൽക്കുമ്പോഴാണ് വീണ്ടും ഒരു പ്രതി കൂടി ഈ കേസിലേക്ക് വരുന്നതും, അതും തിരുവനന്തപുരം ജില്ലയിൽ തന്നെ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരിക്കുകയാണ്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറസ്റ്റുകൾ വരും ദിവസങ്ങളിലും മണിക്കൂറുകളിലും ഉണ്ടാകുമെന്നുള്ള നടപടികൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് അടക്കം വരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഒരു കേസ് കൂടി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. എന്തായാലും വരും മണിക്കൂറിൽ ഈ ചെറുതലയ്ക്കൽ സ്വദേശി ലിജുമോനെ പോലീസ് വിളിപ്പിക്കാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടും ഡിജിറ്റൽ തെളിവുകൾ അടക്കം ശേഖരിക്കുകയും ചെയ്യും. സമൂഹ മാധ്യമങ്ങളിലൂടെ ഇരയെ അപമാനിക്കുന്നത് ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് എന്ന് സുപ്രീം കോടതി അടക്കം നിരീക്ഷിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് സൈബർ ഇടങ്ങളിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ള കേസുമായി ബന്ധപ്പെട്ട് അധിക്ഷേപങ്ങൾ നടത്തിയ പ്രതികളെ തിരഞ്ഞ് സൈബർ പോലീസ് എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും 14 ദിവസത്തേക്ക് സൈബർ ആക്രമണ പരാതിയിൽ കേസിൽ രാഹുൽ ഈശ്വറിനെ പോലീസ് റിമാൻഡ് ചെയ്ത സാഹചര്യം, കോടതി റിമാൻഡ് ചെയ്ത പശ്ചാത്തലം നിലനിൽക്കുമ്പോൾ തന്നെയാണ് മറ്റൊരു കേസ് കൂടി ഇപ്പോൾ തലസ്ഥാനത്ത് നിന്നും രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. എന്തായാലും 3 പ്രതികൾ നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് തുടരുമ്പോഴാണ് മറ്റൊരു പ്രതി കൂടി കേസിലേക്ക് വരുന്നത്. എന്തായാലും ഇയാളുടെ രാഷ്ട്രീയ പശ്ചാത്തലം അടക്കമുള്ള കാര്യങ്ങൾ വരും മണിക്കൂറിൽ ജനം ടിവിയിലൂടെ നമുക്ക് നൽകാൻ സാധിക്കും. തീർച്ചയായും ശാലിനി, കൃത്യമായ റിപ്പോർട്ടാണ് ഞങ്ങളുടെ പ്രതിനിധി ശാലിനി പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി പങ്കുവച്ചത്.